കാസർഗോഡ് ബേവിഞ്ചയിൽ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞു. NH-66 മണ്ണിടിഞ്ഞത്. അരുൺ പാറയ്ക്കൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, ഈ ദൃശ്യങ്ങൾ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ആർക്കെങ്കിലും പരിക്കുണ്ടോ, ആളപായം എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അതുപോലെ മഴ ശക്തമാണോ? അതാണോ കാരണം? സ്മിത, കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ 3 ദിവസമായി അതിതീവ്രമായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. റെഡ് അലേർട്ടാണ്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ മണ്ണിടിച്ചിലും ഉണ്ടായിരിക്കുന്നത്. ഈ പ്രദേശം, അതായത് NH-66 ബേവിഞ്ച തെക്കിൽ പ്രദേശത്താണ് ഈ അപകട ഭീതി ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത്. ബേവിഞ്ച ഭാഗത്ത് ഇപ്പോഴും മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. അവിടെ ഈ കുന്ന് ഇടിച്ചുകൊണ്ട് ഈ റോഡിന് വീതി കൂട്ടുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ പ്രധാനമായും നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ആദ്യഘട്ടം മുതൽ തന്നെ ഈ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിന്നിരുന്നു. ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ഈ ജിയോളജി വകുപ്പിൻ്റെയൊക്കെ വിദഗ്ധ സംഘവും ഈ പ്രദേശത്ത് പരിശോധന നടത്തിയിരുന്നു. അങ്ങനെ കണ്ടെത്തിയ സ്ഥലങ്ങളിൽ, അതായത് അപകട ഭീതി നിലനിൽക്കുന്ന, അപകട സാധ്യത നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ മണ്ണിടിഞ്ഞിരിക്കുന്നത്. അത് വലിയ തോതിൽ തന്നെ മണ്ണിടിഞ്ഞ് താഴേക്ക് പതിച്ചിട്ടുണ്ട്. ഭാഗികമായി പ്രദേശത്തെ ഗതാഗതം തടസ്സപ്പെടുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷേ ഇതുവരെയും ആർക്കും പരിക്കൊന്നുമില്ല എന്നതാണ് ആശ്വാസകരമായ കാര്യം. ഈ പ്രദേശത്തെ ബേവിഞ്ച തെക്കിൽ പ്രദേശത്ത് 150ഓളം കുടുംബങ്ങളാണ് നിലവിൽ താമസിക്കുന്നത്. നേരത്തെ ജില്ലാ ഭരണകൂടം ആ പ്രദേശത്ത് ജില്ലാ കളക്ടർ തന്നെ നേരിട്ട് സന്ദർശനം നടത്തുകയും ഏതെങ്കിലും രീതിയിലുള്ളൊരു അപകട സാധ്യത നിലനിൽക്കുകയാണെങ്കിൽ ഈ 150 കുടുംബത്തെയും മാറ്റിപ്പാർപ്പിക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു. പക്ഷേ ആ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ളൊരു സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. എന്തായാലും വലിയ തോതിൽ മണ്ണിടിച്ചിൽ അവിടെ നടന്നിട്ടുണ്ട്. മണ്ണ് ഇടിഞ്ഞ റോഡിലേക്ക് പതിച്ചിട്ടുണ്ട്. അവിടെ ഈ സോയിൽ ലൈനിങ് ആണ് ഈ മേഘ കമ്പനി സ്ഥാപിച്ചിരിക്കുന്നത്. അത് ശാശ്വതമല്ല എന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. നല്ല രീതിയിലുള്ളൊരു കോൺക്രീറ്റ് ഭിത്തി അവിടെ സ്ഥാപിക്കണമെന്നാണ് നേരത്തെ തന്നെ ആവശ്യമുയർന്നിരുന്നത്. പക്ഷേ അതൊന്നും നടപ്പിലായിട്ടില്ല. അതിൻ്റെ ഭാഗമായാണ് ഈ വെള്ളക്കെട്ട രൂക്ഷമായ സമയത്ത്, വെള്ളം മുകളിൽ നിന്ന് കുത്തിയൊലിക്കുന്ന രൂക്ഷമായ സമയത്ത് ഈ മണ്ണിടിച്ചിലുണ്ടായത്. എന്തായാലും അപകട ഭീതി ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഈ ബേവിഞ്ച തെക്കിൽ പ്രദേശത്ത് മാത്രമല്ല, ചെറുവത്തൂരിലെ വീരമലക്കുന്ന്, പിലിക്കോട്, മട്ടലായി കുന്ന് എന്നീ പ്രദേശങ്ങളിലൊക്കെ തന്നെ സമാന സ്ഥിതി ഇപ്പോഴും നിലനിൽക്കുകയാണ്. എന്തായാലും അപകട ഭീതിയുണ്ട്. ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ആൾതാമസമുള്ള പ്രദേശമാണ്. അതുമാത്രമല്ല, ഈ ദേശീയപാതയിലൂടെ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. അപകട ഭീതിക്കൊരു പരിഹാരം വേണം. മേഘ കമ്പനി അശാസ്ത്രീയമായി ഈ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നു എന്നാണിപ്പോൾ ജനങ്ങളുടെ ഒരു ആരോപണം. സ്മിത, ശരി. അരുൺ പാറയ്ക്കലാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്. കാസർഗോഡ് ബേവിഞ്ചയിലാണ് ദേശീയപാതയിൽ മണ്ണിടിഞ്ഞത്. NH-66 2-3 ദിവസമായി കാസർഗോഡ് അതിതീവ്ര മഴയുണ്ട്. അതേ തുടർന്നാണ് ഇപ്പോൾ ഈ മണ്ണിടിച്ചിൽ റിപ്പോർട്ട് ചെയ്യുന്നത്.